ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. നമ്മൾ മൂകാംബിക ക്ഷേത്രത്തേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളത് വഴി പോകുകയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചു. 2 വഴിയുണ്ട് കേട്ടോ. ഒന്നാമത്തെ വഴിയാണിത്. പിന്നെ വേറെ ഒരു വഴിയും കൂടിയുണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഈ വീഡിയോ തന്നെ. അപ്പോൾ നമ്മുടെ മൂകാംബിക ക്ഷേത്രം സൂം ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ കാണാൻ വരാറുണ്ട് കേട്ടോ. പിന്നെ പ്രത്യേക ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. കാർത്തിക ദിവസങ്ങളിലൊക്കെ അന്നദാനം ഉണ്ടാകും. എല്ലാ കാർത്തികയ്ക്കും അന്നദാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ചില തിരക്കുള്ള ദിവസങ്ങളിൽ ഒരുപാടുണ്ട്. നമുക്ക് ഇവിടെ വരാനും കൂടി പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. നമ്മുടെ ചുറ്റുമതിലാണ് കേട്ടോ. അത് ആ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ഇത് ഒന്നാമത്തെ ഗേറ്റാണ്. ഇവിടുത്തെ ഇത് ബാക്ക് വശമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് ദാ കാണുന്നതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടിൽ കൂടെ വരുന്ന വഴി. വേറൊരു ഗേറ്റാണ് കേട്ടോ അത്. നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് വേറെ ഗേറ്റ്. പിന്നെ ഇതാ നമ്മുടെ ഈ പുതിയൊരു ഗേറ്റും കൂടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ ചുറ്റുമതിലിൻ്റെ അവിടെയായിട്ട്. നമ്മൾ വരുമ്പോൾ സമയം 11 മണിയായത് കാരണം അമ്പലമൊക്കെ അടച്ചു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ അമ്പലത്തേക്കൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂകാംബിക ക്ഷേത്രം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ വേറൊരു വഴിയുണ്ട്, അതിൽ കൂടെ വന്ന് കാണിച്ചു തരാൻ പറ്റാത്ത കാരണം. പിന്നെ ഈ അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ട് പൂജാരി തൊട്ട് തന്നെ വേറൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പൂജയ്ക്കും കൂടി വരും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് വേണം പൂജാരിക്ക് അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ ആ അമ്പലത്തേക്കുള്ള വഴിയാണ്. ഈ വഴി തന്നെ നമുക്ക് റോഡിലെത്തും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തേക്ക് വരാനുള്ള വഴി ഇതാണ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ വഴിയാണ് കേട്ടോ വേറെ അമ്പലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ അമ്പലത്തിലെത്താനായി നമ്മൾ വന്ന വഴി കാണിച്ചു തരാം. മൂകാംബിക ക്ഷേത്രത്തേക്കുള്ള വഴിയാണ് അത്. ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ വേറെ അമ്പലം എത്തി. അവിടെ നല്ല അപ്പോൾ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മൂകാംബിക ക്ഷേത്രത്തിൽ വരാനുള്ളവർക്ക് വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി.